അറ്റൻഷൻ മിസ്റ്റർ മുച്ചിരി ബ്ലേസ് ആൻഡ് ജർമ്മൻ കണ്ണാപ്പി റിപ്പോർട്ട് ടു പോലീസ് സ്റ്റേഷൻ. ഓ അത് പോണല്ലോണ്ടാ. കാര്യം എന്താ? അറിഞ്ഞൂടാ എങ്ങനാടാ ഇങ്ങനെ പറ്റണേ? സ്കൂള് കത്തിച്ചെണ്ണ. സ്കൂള് കത്തിച്ചാ? എന്നിട്ട് നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു സ്കൂളിൽ തീ പിടിച്ചേ. മറ്റേ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, മറ്റേ പാപ്പിയപ്പച്ചൻ. അതിലെ പോലെ മറ്റേ പാപ്പിയച്ചനിലെ വില്ലനല്ലേ? ഏത് എലിയുടെ സ്കൂളിൽ തീയിട്ടാ? എന്തിന്? ഞങ്ങൾ അവിടെ ചുമ്മാ. നിനക്ക് എന്തേലും അസുഖം? വണ്ടി ബ്രോന്റെ അടിപൊളി വണ്ടിയാണല്ലോ ബ്രോ. റൈഡ് ഉണ്ടോ? റൈഡ് ഉണ്ടോ? അണ്ണാ GTA 6 സ്റ്റാർട്ടിങ് എത്ര കാണുമെന്നോ? GTA 6 നല്ല വില ഉണ്ടാവൂടാ. ചിക്രു ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 40. ഇയാളുടെ പരിന്തോഷം. ഇയാള് കാരണം എത്ര പ്രാവശ്യം വള്ളിയും കിട്ടിക്കുന്ന അറിയോ? ഞാൻ കാരണല്ലേ? അതെ ബ്രോ, ബ്രോ കാരണം എത്ര പ്രാവശ്യം തൂക്കിക്കൊണ്ടേക്കുന്ന അറിയോ? ഗണ്ണേബ് കഴിഞ്ഞിട്ട് ആര്? പുതിയതാണ് ഞാൻ ആരൊക്കെയോ കൊണ്ടുപോയി. ഈ സിറ്റിയിൽ എന്നെ കണ്ണയും ചെയ്ത് കൊണ്ടുപോകാൻ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്നെ കൊണ്ടുപോയിട്ടും ഇല്ല. ഇന്നെ കൊണ്ടുപോയിക്കുന്നത് അതറിയാം ഞാനല്ലെന്ന്, അതുകൊണ്ട് തന്നെ കൊണ്ടുപോകണം നിന്നെ. ഞാനിപ്പോ ഇതാ ഈ പബ്ലിക്കിൽ എവിടെ ഇങ്ങനെ നിക്കണത്. അപ്പൊ എന്ത് ധൈര്യത്തിലാ? എനിക്കറിയോ വാസല്ലാതെ ഗണ്ണ വേണ്ടി പറയുമെന്ന് പിടിച്ചു. 2000-ന്റെ ഇപ്പൊ വിശ്വ ചോദിക്കുന്ന പോലെ ആയിപ്പോണ്ട്. ഇപ്പൊ എല്ലാവരും വിശ്വയുടെ കണ്ണേക്ക് കാണുന്നേ. കണ്ണാപ്പിയുടെ വണ്ടിയല്ലേ രണ്ട് ചിരി. വണ്ടിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. വണ്ടിയെ കുറിച്ച് പറയാം. ആദ്യം പീടി പോയിട്ട് വരാം വാ. അത് പോണ അത് ഇതെല്ലാം പോക്കുണ്ട്. അണ്ണാ ഓടിക്ക്. പീടി ഒന്ന് മാർക്ക് ചെയ്തടാ. ഇവിടുത്തെ പീടി അണ്ണനാ കാണാൻ അറിഞ്ഞൂടാ. എന്താ വണ്ടി സ്റ്റാർട്ട് ആവാത്തെ? നീ വണ്ടിയില്ല, നീ വണ്ടിയുടെ കണ്ണൊക്കെ വന്നു. പോലീസ് വന്നു പിടിക്കാം. കാർ റോബറിയാ. ഹലോ ആരാ? എടാ ഈ ഹോട്ട്വെയർ എച്ച് ഞെക്കിട്ട് എന്തോ ഞെക്കണ്ടേ? അണ്ണാ 2 വട്ടം വെച്ചേക്കണം, 2 വട്ടം. ഹലോ പറ. വട്ടത്തി മുമ്പില്ല നീ പറഞ്ഞിട്ടാണ് ആകത്തിച്ച മോനെ. എനിക്കറിഞ്ഞൂടാ. പീടിയിലോട്ട് വാ, ബാക്കി അവിടെ വെച്ച് കാണാം. നീ ധൈര്യമായിട്ടാണ്, അണ്ണനുണ്ട് നമ്മളോട് സംസാരിക്കാൻ. അത്രേ ഉള്ളൂ. ഞാൻ വരുന്ന അണ്ണന്റെ ഫ്രണ്ട് വെച്ച് അവന്മാര് നമ്മളെ കൊണ്ടുപോകുന്നതാണല്ലോ അണ്ണാ. അണ്ണന്റെ ഫ്രണ്ട് വെച്ച് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ടോ? പിന്നല്ലേ നോക്കാം നമുക്ക്. പിന്നെ അണ്ണനുണ്ടായിരുന്നില്ല സ്കൂള്. നിന്റെ അച്ഛനുണ്ടായിരുന്നു സ്കൂൾ കത്തിക്കാൻ. Now I am 19 years old. I decided this super chat on May 13. Rone, thank you so much. ഞാനൊരു കുറ്റമാണോ ചെയ്തത്? ഓ അല്ലല്ല എടാ, ഒരു സ്കൂള് കത്തിക്കാന്ന് പറഞ്ഞാൽ അത് കുറ്റമാണോ? പിന്നെ അതൊക്കെ പിന്നെ പറഞ്ഞ് ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഇതല്ലേ ഉള്ളൂ. വണ്ടി ചെയ്താണോ വരുന്നത്? ചെയ്സാ? പിന്നല്ലേ കണ്ണാപ്പിസോന്നൊക്കെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവര് ചെയ്ത്. ഹലോ സാറേ, ഞങ്ങൾ സ്റ്റേഷനിലോട്ട് വരുമായിരുന്നു. ഓക്കെ, സ്റ്റേഷനിലോട്ട്. അണ്ണനുള്ള പെണ്ണ് രോമത്തിൽ തൊടില്ലോ സാറേ. എടാ ഗ്യാങ് ഫണ്ട് ഞാൻ 2 ദിവസം സമയം കൊടുത്തിട്ടുണ്ട് ഗൈസ്. അവർക്ക് 2 ദിവസം സമയം വേണമെന്ന് പറഞ്ഞു. അപ്പൊ അണ്ണന്റെ കഴിവ് ഇവിടെ കാണിക്കട്ടെ. അണ്ണന്റെ ഡ്രൈവിംഗ് സ്കിൽ ഇവിടെ കാണിക്കട്ടെ. എന്തിന്? ഈ പോലീസിൽ നിന്ന് എസ്കേപ്പ് ആവണം. എന്തിന് എസ്കേപ്പ് ആവണം? നമ്മള് നേരെ സ്റ്റേഷനിലോട്ടല്ലേ പോണം. നീ മണ്ടനാണോ? കിടിലം. അവിടെ എന്തോ സിറ്റുവേഷൻ നടക്കണം. അല്ല ഇത് EMS പീടി അല്ല, ഈ പീടി അല്ല, മറ്റേ എന്താണ് ഹോസ്പിറ്റൽ. ഇതല്ലേ ഇവിടുത്തെ പീടി? പിന്നെ ഇത് MRP-ലായിരുന്നു ഇത് ലാസ്റ്റ് പീടി ആയിട്ട് കണ്ടത്. ഹലോ സാറേ, സാറേ ഞങ്ങള് പുറകെ വരാം. സാർ പീടിയിലോട്ടൊന്ന് പോവാൻ ഞാൻ എന്താ പുറകെ വരുന്നത്.
അണ്ണൻ ഇപ്പൊ 2018 അവരൊന്നും ഇങ്ങോട്ട് വന്നില്ല. ആടാ പിടി മാർക്ക് ഇതെവിടെ അടുത്ത് തന്നെ അണ്ണ പിടി അതെ ഇത് തന്നെ. ഓരോ ദിവസം ഇവരിങ്ങനെ പീടിയൊക്കെ മാറ്റി എന്ത് ചെയ്യാൻ പറ്റൂടാ? ഓ സത്യ മെനഞ്ഞാന്ന് ഞാനൊരു കേസിന് അവിടെ ചെന്നപ്പോ അതായിരുന്നു പീടി. സത്യമാണ് ദിവസം മാറ്റമുണ്ട് ഇവിടുത്തെ പേടി. ആണല്ലോ കേട്ടത്. എടാ ഞാൻ ഇവന്റെ കൂടെ ടൈപ്പിന്റെ കൂടെ ഇതാണ് സാർ ഇതാണ് നട്ടലില്ലാത്തവന്മാരുടെ ഇത് ഞങ്ങൾ അണ്ണൻ കൂടെ ഓപ്പറേഷൻ ഉണ്ടായിരുന്ന അണ്ണനായിരുന്നു. അല്ലെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരുന്നു വിളിക്കണേ. ഓടാ മൈരിന്ന് വോട്ടെക്സ് പോയിന്റ് തന്നെ വിളിക്കണം. കണ്ണാപ്പി സാറേ, ആക്ച്വലി ഇവൻ നമ്മുടെ എന്റെ ഫാമിലിയിലുള്ളതാണ്. അപ്പൊ എന്താ ഇവിടെ ഇതില് നിങ്ങൾ വിളിപ്പിച്ചപ്പോ എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതായിരുന്നു. അവിടെ അങ്ങനെ നിന്ന് മെസ്സ് അടിച്ച പല്ലടിച്ച് പൊഴിക്കുക കണ്ണാപ്പി ഞാൻ നിന്റെ. ശമ്പളം എത്ര 2 മാസം? ഓ സാറേ മുഖം കണ്ടറിഞ്ഞൂടെ സാറേ അവന്റെ? സാറിന്റെ പേരിടാതെ വിളിക്കാം. മിസ്റ്റർ ജർമ്മൻ കണ്ണാപ്പിനെ അതുപോലെ തന്നെ മുച്ചിരിനെ ഇവിടെ വിളിപ്പിച്ചിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് എലി വിദ്യാലയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്കൂളുണ്ട്, ഒരു ഡേ കെയർ പോലെയാണ്. അതായത് പ്രൈമറി സ്കൂളിന് താഴെയുള്ള പിള്ളേരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് പാരന്റ്സിന്റെ. അപ്പൊ അവിടെ ചെന്നിട്ട് പെട്രോൾ ഒഴിച്ച് അവിടുത്തെ പ്രോപ്പർട്ടി കത്തിക്കുക, അതുപോലെ തന്നെ വയലൻസ് അവിടെ കെയോസ് സൃഷ്ടിക്കുക. അപ്പൊ അതെന്ന് പറയുന്നത് ഹൈലി പ്രയോറിറ്റി ആൻഡ് ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം അവിടെ പിള്ളേരാണ് കൂടുതലുള്ളത്, പിന്നെ അവരെ മാനേജ് ചെയ്യാനുള്ള സ്റ്റാഫും ടീച്ചേഴ്സും. അപ്പൊ ആ ഏരിയയിൽ ഒരു എസ്കലേറ്റിംഗ് സിറ്റുവേഷൻ ഉണ്ടാക്കിയതിന്റെ ബേസിസിലാണ് വിളിപ്പിച്ചത്. അതൊരു ഫയർ സിറ്റുവേഷൻ ഉള്ളത്. ഒന്നാമത്തെ നമ്മള് സൺഡേ ആണ് കത്തിച്ചത്. അപ്പം സൺഡേ അവിടെ പിള്ളേരൊന്നും ഇല്ലായിരുന്നു സാറേ. അല്ല അവിടെ പിള്ളേരൊന്നും ഇല്ലായിരുന്നു, ഒറ്റ മനുഷ്യരില്ലായിരുന്നു. നമ്മള് സൺഡേ ആണ് കത്തിച്ചത് സാറേ. അപ്പൊ സാറ് പിള്ളേരുണ്ടെന്ന് കൊണ്ടിരുന്നു പറയുന്നത് ഇത് ഫേക്ക് അലിഗേഷൻ ആയിരുന്നു സാർ. അല്ല സൺഡേ സ്കൂളുണ്ടോ? ഒരു പോലീസുകാരോട് സംസാരിക്കണേ. ഞാൻ ഞായറാഴ്ച സ്കൂളിൽ ഹലോ കണ്ണാപ്പി, സാർ ഫുഡ് കഴിക്കാന്ന്. ഹലോ സാറേ ആൾക്കെന്തോ പറ്റി. സാറേ ഒരു കാര്യം പറയാനുണ്ട് സാറേ. അത് അവന് ബോധം വരുമ്പോഴത്തേക്കിന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കാം സാറേ. സാറേ ഈ എലി വിദ്യാലയം എന്ന് പറയണ ആ ഒരു സ്ഥാപനം ഉണ്ടല്ലോ, സാറിന് തോന്നുന്നുണ്ടോ അതൊരു നല്ല വിദ്യാലയമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണെന്ന്? ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോ ജസ്റ്റ് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പരിചയപ്പെട്ടു. ഒരു ബാബു നമ്പൂതിരി ഉണ്ട് മലയാളം ടീച്ചറായിട്ട്, പിന്നെ എലി വിദ്യാലയത്തിന്റെ മലയാളം ടീച്ചറിന്റെ പേരെന്തിന്? ബാബു നമ്പൂതിരി. സാറേ അത് ബാബു നമ്പൂതിരി അവിടുത്തെ സ്റ്റാഫ് ഒന്നും അല്ല. സാറേ അവിടെ ഞാൻ ചെന്നിരുന്ന അവരൊരു റൊട്ടീൻ ചെക്കപ്പിന് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് ആണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രിൻസിപ്പള് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മിസ്റ്റർ ബാബു നമ്പൂതിരി. അതുപോലെ തന്നെ വേറെ ഏലിയാമ്മ മാഡം ആണ് അവിടുത്തെ പ്രിൻസിപ്പള്. പിന്നെ വേറെ മാഡം ഉണ്ടായിരുന്നു ഫാഷൻ ഡിസൈൻ ചെയ്യുന്നത്, ആ മാഡം. സാറേ ഞാൻ അങ്ങനെ അധികം ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ സാറിന്റെ അടുത്ത് പറയാം. ഈ എലി മാഡം എന്ന് പറയുന്ന പുള്ളിക്കാരി ഉണ്ടല്ലോ, എന്റെ എക്സ് ലവറാണ്. കണ്ട സാർ, അതിന്റെ അപ്പുറത്ത് അവളൊരു പെരുങ്കള്ളിയാണ്. സോ എന്റെ കൂടെ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും സാർ ഞാൻ പറയാം, കൊച്ചു പിള്ളേരെ പോയിട്ട് ഒരു പിള്ളേരെയും കണ്ണി പോലും
കണ്ടുകൂടാത്ത ആളാണ്. അവൾ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ തുടങ്ങും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒട്ടും വിശ്വസിക്കാനേ പറ്റത്തില്ല സാർ. അതിന്റെ മറവിൽ എന്തോ ഉണ്ട്, അതിന്റെ മറവിൽ വേറെ എന്തോ പരിപാടിയാണ് നടത്തുന്നത്. അല്ല അതിന്റെ സാറേ മറവിൽ ഒരു നടക്കുന്ന മിനിറ്റ് കാര്യങ്ങൾ നിർത്തണേ. മുച്ചിരി ഞാനേ പറയാം. മുച്ചിരി അവിടെ ബോഡി പഠിച്ച ക്യാം വന്ന പയ്യനാണ്. റെക്കോർഡിംഗിൽ വെച്ചാലേ എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് സാറിന്റെ റെക്കോർഡ് ചെയ്തെടുക്കാം. സാറിന്റെ പേരൊന്ന് പറയാമോ? കണ്ണാപ്പി നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. ഈ കേസ് എങ്ങനെയും ഇതാക്കി. സാറേ പിന്നെ സാറേ ഇത് അവിടെ പഠിച്ച സ്റ്റുഡന്റ് ആണ് സാറേ. മുച്ചിരി ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, നാന്ന് പഠിച്ചിട്ടില്ല, ആ സ്കൂളിൽ പോയിട്ടില്ല ഇതുവരെ. എന്ത് ഞാൻ പോയിട്ടില്ല സാറേ, വെറുതെ പറയുന്നേ. പഠിച്ചില്ല, ഇത് പഠിച്ചിട്ടില്ല. ഇല്ല ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ നീ പറഞ്ഞ അവിടെ കഞ്ചാവ് വേട്ട ഞാൻ സ്കൂളിൽ പോയിട്ടില്ല ഇതുവരെ. വിഷയോ എന്ത് അവിടെ ഇത് കിട്ടിയെന്നേ ആരോ ഒരാൾ പറഞ്ഞ, ഒരു ചെറുത് പറഞ്ഞു. ഇൻഫർമേഷൻ ആ അതന്നെ ഇപ്പൊ സാറേ ഒരു ചെറുത് പറഞ്ഞു സാറേ. സാറിന് മനസ്സിലാക്കാനുള്ള ചെറുതെന്ന് പറഞ്ഞാൽ അവൻ കുട്ടിയാണ് ഉദ്ദേശിച്ചത്, ഒരു കുട്ടി. സാറേ ഇവരെ അങ്ങനെ ചെയ്യുന്ന ഒരു പിള്ളേരല്ല സാർ. കണ്ണാപ്പിയുടെ ഒക്കെ ക്രൈം റെക്കോർഡ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡീസെന്റ് ആയിട്ടുള്ള ഒരു പിള്ളേർ. ഇത് എന്തോ സംഭവിച്ചിട്ടുണ്ട് സാർ, സത്യം പറഞ്ഞ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പുല്ല് കത്തിച്ചാണ്, പുല്ല് കത്തിച്ചതാണ്. പുല്ല് കത്തിച്ചാണ്. സാറേ അങ്ങനെ എന്തെങ്കിലും പുല്ല് പ്രിൻസിപ്പളിന്റെ റൂം കത്തിക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾഡ് ഫയറിംഗ് ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ബേണിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ പോലീസ് ഉണ്ടാവണം, അതുപോലെ തന്നെ അവിടെ ഫയർ സ്റ്റേഷൻ ഉണ്ടാവണം, EMS, ഇത്രയും പേര് അവിടെ ഉണ്ടാവണം. ഇത് ഗവൺമെന്റിൽ നിന്നൊക്കെ പെർമിഷൻ വാങ്ങണം. ആടെ ടീച്ചേഴ്സ് എല്ലാം ഉണ്ടായി. ടീച്ചേഴ്സ് ഒക്കെ കണ്ടിനാലോ ഓറൊന്ന് പറഞ്ഞിട്ടാലോ. അപ്പൊ ടീച്ചേഴ്സ് എല്ലാം ഉണ്ടായി. ഇവരെന്താ ഇങ്ങനെ അവിടെ സംസാരിക്കണേ? ടീച്ചേഴ്സ് പെർമിഷൻ കൊടുത്തിട്ടില്ല സാർ. നമ്മളോട് പറഞ്ഞ ടീച്ചറെ, പിന്നെ കൊറേ ടീച്ചർ സാറി പറയുന്ന സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെ ക്രൈം നടക്കുന്നുണ്ട് സാറേ? ഒരു സ്കൂള് കത്തിക്കുന്ന ഒരു തെറ്റാണോ? സാറൊന്ന് സാറേ ചിന്തിച്ചിട്ടെന്ന് പറഞ്ഞേ. ഒരു കാര്യം പറയാം, സ്കൂളിലുള്ള വിദ്യാർത്ഥികളും സ്കൂള് പഠിക്കാനുള്ള ന്യായീകരണം അവിടെ കയറി കേൾക്കുമ്പോണ്ടല്ലോ. ഗുണ്ടായിസം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കയറി നമ്മളൊരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കാൻ ഇവിടെ ഞാനൊരു ഇവിടെ സ്റ്റുഡന്റ് ആണ് സാറേ. ഞാൻ ജനങ്ങൾക്ക് ഇതുവരെ സ്കൂളിൽ ജീവിക്കാൻ എന്ത് പോയിട്ടില്ലല്ലോ. വകുപ്പുള്ളത്? സാറേ ഈ കേസ് തന്നാര് സാറേ, ഈ കേസ് അത് നമുക്ക് സ്കൂൾ അതോറിറ്റിയാണ് തന്നത്. സ്കൂൾ അതോറിറ്റി അത് അതേത് അതോറിറ്റി? അസോസിയേഷനോട് ചേർത്ത് തന്നാണ്. അതേത് അതോറിറ്റി? അതൊരു ജൂറിയാണോ? അതൊരാളല്ല, അതൊരു പാനൽ ഓഫ് മെമ്പേഴ്സ് ആണ്. അതായത് ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ജൂറി അതേത് മാഡം? ജൂറി എന്ന് ജൂറി എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരെന്നാടാ മണ്ട. എന്താ കണ്ണാപ്പി പഠിക്കാൻ ജോലിയല്ല, അതാണ് പഠിക്കാൻ പോയ സമയത്ത് അല്ല സാറേ, ഇപ്പൊ കേസിന്റെ സ്റ്റാറ്റസ് എന്താ? ഇവരെ ഇപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറേ ഇതിന്റെ കേസിന് മുമ്പായിട്ടെ അവിടെ ഒരു ഫയറിംഗ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതില് അവിടത്തെ ഒരു ടീച്ചറിനെ ഒരാള് വെടിവെച്ചിരുന്നു. ആ ആളുടെ കയ്യിൽ നിന്നാണ് ഇവര് പെട്രോൾ ക്യാൻ വാങ്ങിച്ച് അവിടെ കത്തിച്ച. ആ പറയുമ്പോ ഇപ്പല്ലേ കിട്ടിയത്. സ്കൂള് കത്തിച്ചോറാണ്, സ്കൂള് കത്തിച്ചോറാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഞങ്ങള് പണിഷ്മെന്റ് കൊടുത്ത ആളായിട്ടുള്ള ഷെയ്ഖ് ഹലാലും ആ ഷെയ്ഖ് ഹലാലിനല്ല ഇങ്ങോട്ട് വിളിക്ക്. സാറേ അവരൊക്കെ ജയിൽ ടൈമിലാണ് ഇപ്പൊ. അവരിപ്പോ ജയിലിലാണ്. ജയിലിടാൻ പാടില്ലേ അമ്മ? ജയിലൊരു കുറ്റകരൊന്നും ചെയ്തിട്ട് നന്ദി ചെയ്യാൻ പോയാ നിങ്ങൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം റെക്കോർഡിങ്ങിലാണ് സാറേ. അവിടെ ജയിലിൽ കിടക്കുന്ന ആൾക്കാര് അവര് പോണതിന് മുമ്പുള്ള ഒരാളുടെ മൊഴി അനുസരിച്ച് നമുക്കത് ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. സാറിന് വ്യക്തമായ തെളിവുണ്ട്. സാറിന്റെ സാറിനെതിരെ കണ്ണാപ്പി അത്ര വലിയ ബന്ധങ്ങളിലോട്ടൊന്നും പോകണ്ട കേട്ടോ. നീ ആദ്യം കേസിന്റെ കാര്യം സംസാരിക്കാം. സാറിനെതിരെ വന്നതാണ് ഒരു അലിഗേഷൻ. ഒരു സെക്കൻഡ്. കണ്ടുപിടിക്കാന്നുള്ളത് പിടിയുടെ ഉത്തരവാദിത്തം ഞാൻ സമ്മതിക്കുന്നു. ഇത് മിനിമൈസ് ആയി പൊക്കോണ്ട്. ശരി, ബാബു സൈഡ് വരെ മലയാള സാറായിരുന്നു. പറയാനായിട്ടുള്ള ആളുണ്ടാവണം. എന്റെ ദൃക്സാക്ഷി ഇവനാണ്. ഇവന്റെ ദൃക്സാക്ഷി ഞാനും. ഒരു കാര്യം കൂടി പറയട്ടെ, അലിഗേഷൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് പരസ്പരമായിട്ട് ജാമ്യം നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇതിന്റേതായിട്ടുള്ള നിയമവശങ്ങളെ പറ്റി പ്രോപ്പർ ആയിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പറയാനായിട്ടാണ് എനിക്ക് തോന്നുന്നത് വർത്താനം പറയാൻ വേണ്ടിട്ട് ഒരു സാറിനെ കൊണ്ടുവന്നത്. അദ്ദേഹമാണ് ഇനി സംസാരിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ ഞാനപ്പോ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ സാർ, എനിക്ക് ഈ രണ്ട് പയ്യന്മാരും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട രണ്ട് പയ്യന്മാരാണ്. ഇൻ കേസ് ഇനിയിപ്പോ അവരുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും സാർ?
സാറേ ഇതെന്ന് പറയുന്നത് അവരുടെ വശത്തുനിന്ന്, അതായത് കംപ്ലൈന്റ് തന്ന സ്കൂൾ അതോറിറ്റിയുടെ വശത്തുനിന്ന് കംപ്ലൈന്റ് വിഡ്രോൾ ചെയ്യാത്തോടത്തോളം കാലം ഡിസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് നോയിസൻസും ഗവൺമെന്റ് പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ പബ്ലിക് നോയിസൻസ് എന്നുള്ള 3 ചാർജസ് വരും. മർഡറോ ഇതൊന്നും അവിടെ നടന്നിട്ടില്ല. ഇവര് കത്തിച്ചു എന്നുള്ളത് സ്കൂളാണ്. സ്കൂളിൽ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവരുടെ പേരിൽ മർഡർ ചാർജസ് അങ്ങനെയായിട്ടുള്ള മേജർ ചാർജസ് ഉണ്ടാവില്ല. ഇവരുടെ പേരിൽ നമ്മളെന്ന് പറയുന്നത് മൈനർ ചാർജസ് ആയിരിക്കും. XPC-യിലുള്ള മൈനർ ചാർജസ് സെക്ഷനിൽ നിന്ന് പബ്ലിക് നോയിസൻസും അതുപോലെ തന്നെ ഒബ്സ്ട്രക്ഷൻ അല്ല ഇതും വരുന്നതായിരിക്കും. അവരുടെ കൂടെ പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ എന്നുള്ള രീതിയിലുള്ള 2 ചാർജസ് ആയിരിക്കും ഇവർക്കെതിരെ ഇംപ്ലിമെന്റ് ചെയ്യുക. സാർ മലയാളം സാറേ അത് നമുക്ക് കാര്യം എനിക്ക് മനസ്സിലായി. നിനക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം മുച്ചിരി. അല്ല സാറേ ഇപ്പൊ എന്ത് Thank you, sir. ദിവസം വന്ന് ഒപ്പിടണം അങ്ങനെ വല്ല ജില്ല വിട്ടോണമെങ്കിൽ അങ്ങനെ വല്ല എന്തെങ്കിലും ഉണ്ടോ? തൽക്കാലം ഈ സിറ്റുവേഷനിൽ അങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത്തരത്തിലുള്ള താങ്കളുടെ ഇനിയിപ്പോ വാച്ച് ലിസ്റ്റിലായിരിക്കും ഞങ്ങളുടെ. താങ്കൾ ഇനി മുതൽ എന്തെങ്കിലും നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആക്ഷൻസ് സിവിയർ ആയിരിക്കും. സാർ ഞാൻ എത്രയും പെട്ടെന്ന് സ്കൂൾ അതോറിറ്റീസായിട്ട് സംസാരിച്ച് ഞാൻ ഇത് സോൾവ് ആക്കി തരാം സാർ. അതേപോലെ സ്കൂൾ അതോറിറ്റി എന്തെങ്കിലും കോമ്പൻസേഷൻ റിക്വയർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ളത് ഉണ്ടാവണം. ഓ ഓക്കെ. സാറേ എന്തെങ്കിലും തെളിവ് നമ്മ കത്തിച്ചെടുത്ത തെളിവ് സാറേ അത്രയും ആൾക്കാർ പറയുന്നുണ്ട് എവിഡൻസ്. സാറേ വെറുതെ പറയുന്നതാണ്. സാർ അതിപ്പോ ശത്രുതയുടെ പുറത്ത് മുച്ചിരിയുടെയും കണ്ണാപ്പിയുടെ പേര് പറഞ്ഞതാണെങ്കിലോ സാർ? അത് ഒന്നാമത് ഒരു പബ്ലിക് പ്രോപ്പർട്ടി. സാറേ പിന്നെ സാറേ ഞാൻ പറയുന്നേ സാറേ, ഡോറ് കണ്ണാപ്പിന്റെ ഇല്ലേ വണ്ടിനെ വള്ളത്തിലിട്ടിന് അതിന് അടുത്ത ടീച്ചേഴ്സ് തന്നെ. അപ്പൊ അതിനൊന്നും ചോദിക്കാൻ പറയാന്നില്ലേ? ഞാനത് മലയാളത്തിൽ പറഞ്ഞുതരാം. ഇനി എന്താ ഒന്നുകൂടെ പറഞ്ഞു. ട്രാൻസ്ലേറ്റർ ട്രാൻസിസ്റ്റർ. സാറേ ഇത്രേ ഉള്ളൂ സാറേ. പറഞ്ഞ ട്രാൻസ്ലേറ്റ് ഓറില്ലേ വണ്ടിനെ വന്നിട്ട് പിറ്റ് ചെയ്തേ കണ്ണാപ്പിന്റെ അടുത്ത ടീച്ചേഴ്സ് ടീച്ചറെ വണ്ടിക്കകത്ത് വന്ന് പീറ്റി ഇല്ലേന്ന്. പിറ്റല്ല പിറ്റേത് ഇടിച്ച് ബാക്കി ഇവിടെ വെച്ച് വള്ളത്തിൽ ടീച്ചേഴ്സ് അടുത്ത അവിടുന്ന് അടുത്തേക്ക് വെള്ളം ഉള്ളതെന്ന് പറയുന്നത് സ്കൂളിന്റെ അവിടുന്ന് താഴോട്ട് പോകുന്ന റൂട്ടിലാണ്. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഇതുണ്ട്. നിങ്ങൾ അവിടെ വരെ അവിടെ ചേസ് ചെയ്തു. ആദ്യമായിട്ട് ഫസ്റ്റ് ഓർ ഇങ്ങനെ വള്ളത്തിൽ കളഞ്ഞു. അത് ചോദിക്കാൻ വേണ്ടിട്ടാണ് അവിടെ പോയത്. അപ്പൊ അത് നമ്മ കത്തിച്ചത്. അവരാദ്യമായിട്ടാണ് സ്കൂളിൽ പോയത് അവിടെ അന്നത്തെ ദിവസം. ബാക്കി ആദ്യമായിട്ടല്ല, പിന്നെ രണ്ടാമതാ. മുതുക്കിലില്ലേ മുതുക്കില് ഫിറ്റ് ചെയ്ത് ടീച്ചേഴ്സ് തന്നെ അടുത്തെ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാര് മുതുക്കി വെച്ച് ഇവനെ പിറ്റ് ചെയ്ത് കണ്ണാപ്പിന്റെ വണ്ടിനെ കണ്ണാപ്പിയുടെ വണ്ടിയെ വെള്ളത്തിൽ ഇടിച്ചിട്ട് അത് ചോദിക്കാൻ വേണ്ടിട്ടാണ് അവിടെ ചെന്നത്. അതാണ് സംഭവം. അതെ 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 അതെ. അപ്പൊ അനുസരിച്ചിട്ട് അമ്മ പറഞ്ഞൊന്നും ഓർ അനുസരിച്ചിട്ടാ ഒന്നും കേക്കില്ല. മൈൻഡ് ഇവൻ പറഞ്ഞൊന്നും അവര് കേട്ടില്ലെന്ന്. അപ്പാണ് പുല്ല് കത്തിച്ചത്. അപ്പോഴാണ് പുല്ല് കത്തിച്ചത്. മനസ്സിലായി. പക്ഷെ അതാണ് സാറേ ഞാനൊരു കാര്യം, ഒരു വ്യക്തിയോടുള്ള പേരുള്ള വൈരാഗ്യം ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടിയോട് തീർക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ പുല്ലിനോട് തീർത്ത ചോടിയ പുല്ലിനോട് തീർത്ത് വേറെ ആരോട് തീർത്തില്ല. ആ പുല്ല് കത്തിപ്പിടിച്ച സ്കൂളിന്റെ പ്രോപ്പർട്ടി ഒക്കെ കണ്ടാണല്ലോ. വളരെ വളരെ സേഫ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കാരണം അവിടെ തീ പിടുത്തുണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേരുടെ മനസ്സല്ലേ കാണുന്നത്. പിള്ളേർക്ക് അതെന്തെങ്കിലും ഞായറാഴ്ചയാണെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് സ്കൂള് പ്രവർത്തിക്കും സാറേ. ഇത് ഹൈ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഇത് ഡേ കെയർ ആണ്. ഇത് ഡേ കെയർ ആണ്. ഈ ഡേ കെയർ എന്ന് പറയുന്നത് 24/7 നമുക്കിവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും. എറണാകുളം ചായക്കടയായിട്ട് അതിനെ കാണരുത് സാറേ. അതൊരു വിദ്യാലയമാണ് സാറേ. അതിന്റെ ആയിട്ട് റെപ്യൂട്ടേഷൻ ഉണ്ട് സാറേ. പിള്ളേരുള്ളതുകൊണ്ട് ഒരു 5 മണി വരെ ഉള്ള മാക്സിമം ഡേ കെയർ 2 മണി വരെ ഉള്ളു സാറേ. എന്ത് വിദ്യാഭ്യാസമുള്ള മനുഷ്യനല്ലേ കണ്ണാപ്പി. ഇത്രക്കൊക്കെ വിവരമുണ്ട് നിനക്കല്ലേ?
ഇത്ര എഡ്യൂക്കേറ്റഡ് സാറേ മുടി കളിക്കാത്ത നമ്മളാണ് ഇപ്പൊ എന്നെ മിച്ചറി. എനിക്ക് തോന്നുന്നു അവനാണെന്ന് ഇത് കേട്ടാ. സാറേ ഇപ്പൊ ബുദ്ധിന്റെ കാര്യമല്ല, നമുക്ക് സ്കൂളിന്റെ കാര്യം സോൾവ് ആക്കാം. സാറിന്റെ ബുദ്ധി എന്തായിരുന്നാലും സ്കൂൾ അതോറിറ്റിയുടെ വശത്തു നിന്ന് ഇനി പറയുന്ന കാര്യങ്ങൾക്കായിരിക്കും. എന്തായാലും നിങ്ങളവിടെ പുല്ല് കത്തിച്ചത് എന്ന് പറയുന്നത് അവിടുത്തെ പബ്ലിക് നോയിസൻസിനും അതുപോലെ തന്നെ ഡാമേജ് ഡിസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ ഈ 2 ചാർജസും നിലവിലുണ്ട്. പൈസ എത്ര വേണം മുച്ചിരി ഞാൻ സംസാരിച്ചോളാം സാർ. ഇവന്മാരെ രണ്ടുപേരെ സ്കൂളിൽ വിടാത്തതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് 2 പയ്യന്മാർക്ക്. ഞാൻ സംസാരിച്ചോളാം സാർ. ഞാൻ ആദ്യം സ്കൂൾ അതോറിറ്റീസിന്റെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം സാർ. കണ്ണാപ്പി വാടാ, മുച്ചിരി വാ. താങ്കളുടെ പേര്? എന്റെ പേര് പരുന്തു, സരക്കടാനി. സരക്കടാനി. ഓക്കെ സാറേ ഇവിടെ ചോദിച്ചാ മതി. ഇവിടെ ചോദിച്ചാലും അത് തന്നെ കേൾക്കൂ. ഹലോ ഉണ്ടിട്ടാണ്. അല്ല ബ്രോ DGP ആണോ? കുറെ നേരം കൊണ്ട് അവിടെ സിറ്റിസൺ ആണ് കേട്ടോ. നമ്മുടെ കേസ് ഫുള്ള് കേട്ടിട്ട് പോയേട്ടാ. അല്ല കേട്ടപ്പോ നല്ല രസം, പിന്നെ അങ്ങ് പോവാൻ തോന്നിയില്ല. നിങ്ങക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വള്ളിയൊക്കെ ഉണ്ടാവും? ഇല്ല, അങ്ങനെ എല്ലാ ദിവസവും വള്ളി ഉണ്ടാകത്തില്ല. ചില അവന്മാര് നമ്മൾ എവിടെ നിൽക്കുന്നു ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ വന്ന് വള്ളി എടുക്കും. അതാണ് പ്രശ്നം. അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് വള്ളി ഉണ്ടാവാറുള്ളൂ, അല്ലാത്തപ്പോഴൊന്നും വള്ളിയില്ല. ഇപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ കിടിലൊരു കഥ പോലെ. നമ്മളൊക്കെ പിടിക്കുന്ന അത്ര കഥ ഉള്ളതല്ലേ വരുന്നത്. അതെ അതെ. അല്ല അണ്ണന്റെ പേര് പരുന്തുവാസം അല്ലേ, പിന്നെന്താ അവിടെ പേര് മാറ്റി പറഞ്ഞേ? എന്റെ പേര് പരുന്തുവാസം എന്നാണ് നിന്നോട് താര് പറഞ്ഞു. ഇത് സരക്കണ്ണൻ. എനിക്ക് അണ്ണനെ അറിയാലോ. അണ്ണന്റെ പേര് പരുന്തുവാസം. എന്റെ പേര് സരക്കണ്ണനാണ്. സർക്കണ്ണനാന്ന്. സരക്കണ്ണനെ ഞാൻ കണ്ടുള്ള കുറച്ചു മുമ്പ് ഇതല്ലായിരുന്നല്ലോ. 2 സർക്കണ്ണനുണ്ട് ഈ അതെ, സിറ്റിയിൽ. ശബ്ദം ഇങ്ങനെയല്ല. രണ്ട് സരക്കണ്ണനുണ്ട് ഈ സിറ്റിയിൽ, മനസ്സിലായേ? ഇങ്ങനെ പതിഞ്ഞ ശബ്ദം. ഹലോ, ഞാൻ പറയുന്നേക്ക് ബ്രോ, ഒരാൾക്ക് ഒരു പേര് നല്ലാലോ. നിങ്ങെന്താ അതെ. പറയുന്നത്? എത്ര പേർക്ക് പേരുണ്ട് ലോകത്ത്? എത്ര പേർക്ക് പേരുണ്ട് അനന്തു എന്ന്? ലോകത്ത് എത്ര പേർക്ക് പേരുണ്ട് സുമേഷ് എന്ന്? ഒരു കല്ലെടുത്ത് മേലോട്ട് എറിഞ്ഞാൽ അത് അതിൽ നിന്ന് വേറുള്ള ഒരുത്തിന്റെ തലയിലാണ് ഇപ്പൊ വീഴണത്. എത്ര പേർക്കുണ്ട്? നിന്റെ പേരെന്താ? എത്ര ഇത് 1000 കല്ലെറിഞ്ഞാൽ ഇത് നിന്റെ തലയിലേ വീഴുള്ളൂ. ഈ പേരൊന്നും വേറെ ഒരു മനുഷ്യനുണ്ടാവൂല. അതാ പറഞ്ഞ ഇത് ഈ പേര് നിനക്ക് മാത്രമേ ഉള്ളെന്ന്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഒത്തിരി കണ്ണാപ്പി വാടാ. നമ്മളവിടെ 3 പോലീസുകാർ മാസമായിട്ട്